വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്പർ 2 ആണ്. ഇൻകം ടാക്സിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് പറയാം. ഫസ്റ്റ് അത് പറയാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, എൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഈ അസസ്മെൻറ്റ് ഇയർ 2021-22 എൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ അസസ്മെൻറ്റ് ഇയറിൻ്റെ പ്രീവിയസ് ഇയർ തൊട്ട് മുന്നേയുള്ള പ്രീവിയസ് ഇയർ ദാറ്റ് ഈസ് 2021 ഞാൻ ഇന്ത്യ, ഏതാ എൻ്റെ കൺട്രി? ഇന്ത്യ, റൈറ്റ്? ഞാൻ ഇന്ത്യയിലാണ് ടാക്സ് കൊടുക്കുന്നത്. സോ ആ പെർട്ടിക്കുലർ കൺട്രിയിൽ ഞാൻ എത്ര ഡ്യൂറേഷനിൽ താമസിച്ചു എന്നാണ് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിലവൻറ്റ് പ്രീവിയസ് ഇയറിൽ ആരുടേതാണ്? ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ എത്ര ഡ്യൂറേഷനിൽ, എത്ര കാലയളവിൽ ഇന്ത്യയിൽ ഞാൻ ആ പ്രീവിയസ് ഇയറിൽ താമസിച്ചു എന്നാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളോട് പറയാതെ ഹൗ ടു കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഹൗ ടു ഡിറ്റർമിൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയാം. എന്തിനാ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇന്നലെ ഒരു വീഡിയോക്കകത്ത് അതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞതിന് ശേഷം എന്തിനാ കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറയുവാണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ഉണ്ട്, HUF ഉണ്ട്, കമ്പനി ഉണ്ട്. സോ ഇതിനൊക്കെ ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ ആദ്യം ഇൻഡിവിജ്വലിൻ്റെ കേസിൽ എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇൻഡിവിജ്വലിൻ്റെ കേസിൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറയുവാണെങ്കിൽ അയാൾ ഒന്നുകിൽ റെസിഡൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആയിരിക്കാം. ഓക്കെ, NR എന്ന് എഴുതും, R എന്ന് എഴുതും, ഞാൻ മാത്രം, നിങ്ങൾ എഴുതരുത്. ഇനി അതിൽ റെസിഡൻ്റ് ആണെങ്കിൽ ഇയാൾ ചിലപ്പം ഓർഡിനറി റെസിഡൻ്റ് ആവാം, അല്ലെങ്കിൽ റെസിഡൻ്റ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവാം. ഓക്കെ, സോ ഇൻഡിവിജ്വൽ ആണെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ ഹി വിൽ ബി റെസിഡൻറ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ്. റെസിഡൻ്റ് ആണെങ്കിൽ വീണ്ടും നമ്മൾ നോക്കണം ഇയാൾ റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻ്റ് ആണോ, റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ. ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്നറിയോ? ഇൻകം ടാക്സിനകത്ത് 2 ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബേസിക് കണ്ടീഷനാണ്. ഈ ബേസിക് കണ്ടീഷൻസിനകത്ത് അവർ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത് അവർ പറയുന്നത് എഡീഷണൽ കണ്ടീഷനാണ്. ഈ എഡീഷണൽ കണ്ടീഷനകത്തും അവർ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ ബേസിക് കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. ഓക്കെ, ഇതിലേതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ അറ്റ്ലീസ്റ്റ് 1, ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ അറ്റ്ലീസ്റ്റ് 1 സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സണിനെ നമ്മൾ റെസിഡൻ്റ് ആണെന്ന് വിളിക്കാം. ഇനി ഈ 2ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അയാളെ നോൺ റെസിഡൻ്റ് എന്ന് വിളിക്കും. ഓക്കെ, എൻ്റെ കൂടെ പറഞ്ഞോ. ഇൻഡിവിജ്വൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ 2 ആണ്, റെസിഡൻ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ്. റെസിഡൻ്റ് ആണെങ്കിൽ റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻറ്റും ആവാം, റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റും ആവാം. ഓക്കെ, ആദ്യം ഞാൻ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇൻകം ടാക്സിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് കണ്ടീഷൻ എടുത്തു നോക്കുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുന്നു. സാറ്റിസ്ഫൈ ഉണ്ടെങ്കിൽ ഹീസ് എ റെസിഡൻറ്റ്. ഇനി ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, പക്ഷേ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലും ഹീസ് എ റെസിഡൻറ്റ്. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി, അറ്റ്ലീസ്റ്റ് 1. 2 സാറ്റിസ്ഫൈ ചെയ്താലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇത് 2ഉം ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഇയാൾ നോൺ റെസിഡൻറ്റ്. ഓക്കെ, സോ ബേസിക് കണ്ടീഷനിൽ അറ്റ്ലീസ്റ്റ് 1 സാറ്റിസ്ഫൈ ചെയ്ത റെസിഡൻറ്റ്, 2 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഹീ ഈസ് എ നോൺ റെസിഡൻറ്റ്. പറഞ്ഞോ കൂടെ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത്
ഇയാൾ റെസിഡൻ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാലാണ് നമ്മൾ അടുത്ത കണ്ടീഷനായ എഡീഷണൽ കണ്ടീഷനിലോട്ട് പോവുക. എഡീഷണൽ കണ്ടീഷനിലും ഇതുപോലെ 2 എണ്ണം പറയുന്നുണ്ട്. ഈ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ ഹീ ഈസ് എ റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻറ്റ്, അല്ലെങ്കിൽ ഇയാൾ റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, എഡീഷണൽ കണ്ടീഷനിൽ 2 കണ്ടീഷൻസാണ് പറയുന്നത്. ആ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ ഹീ ഈസ് എ റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻറ്റ്, അതർവൈസ് ഹീ ഈസ് എ റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, ഇതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ പറയും. കൂടെ പറഞ്ഞോ, ഇൻഡിവിജ്വൽ 2 റെസിഡൻ്റ് ആൻഡ് നോൺ റെസിഡൻ്റ് ആണ്. റെസിഡൻറ്റിൽ തന്നെ റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻ്റ് ഉണ്ട്, റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ഉണ്ട്. ഓക്കെ, റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും തീരുമാനിക്കുന്നത് ബേസിക് കണ്ടീഷൻ നോക്കിയിട്ടാണ്. ബേസിക് കണ്ടീഷനിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അയാൾ റെസിഡൻ്റ് ആണ്, രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ നോൺ റെസിഡൻ്റ് ആണ്. ഇഫ് ഹീസ് റെസിഡൻ്റ് ആണെന്ന് മനസ്സിലായ പിന്നെ നമ്മൾ എഡീഷണൽ കണ്ടീഷൻ നോക്കണം. അതിലും 2 കാര്യങ്ങൾ പറയുന്നത്. ഈ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് അയാളെ റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻ്റ് എന്ന് പറയാം. ഇനി ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മൾ അയാളെ റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്ന് വിളിക്കും. ഇനി രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിലും വി വിൽ കോൾ ഇറ്റ് ആസ് റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. സോ 2 സാറ്റിസ്ഫൈ ചെയ്ത റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻറ്റ്, രണ്ടിലേതെങ്കിലും ഒരെണ്ണോ അല്ലെങ്കിൽ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഇവിടെ 2 എണ്ണം സാറ്റിസ്ഫൈ ചെയ്യണം, ഇവിടെ അറ്റ്ലീസ്റ്റ് 1 മതി. ക്ലിയർ ആണ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ബേസിക് കണ്ടീഷൻ എന്താ, ഈ 2 കണ്ടീഷൻ എങ്ങനെയാണെന്ന് പഠിക്കണം, എഡീഷണൽ കണ്ടീഷൻ എന്താണെന്ന് നോക്കണം. അതാണ് നെക്സ്റ്റ്. അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കാം. So residential status of an individual, section number 6. Actually this is section number 6 subsection 1 ആണ്. ഓക്കെ, എനിവേ നിങ്ങൾ സെക്ഷൻ നമ്പർ 6 എങ്കിലും ഓർമ്മയിൽ കിട്ടിയ ഭാഗ്യമില്ല കേട്ടോ. ഓക്കെ, സി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, ബേസിക് കണ്ടീഷനാണ് നമ്മൾ പഠിക്കുന്നത്. ബേസിക് കണ്ടീഷൻ, SSC ഈസ് ഇൻ ഇന്ത്യ. SSC ആരെയാണോ ടാക്സ് ലാബിലിറ്റി, നമ്മൾ ആരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ആ SSC ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ. അതെന്താ പറഞ്ഞത് നോക്കാം. അസസ്മെൻറ്റ് ഇയർ ഈസ് കറണ്ട് അസസ്മെൻറ്റ് ഇയർ ഈസ് 21-22. സോ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 2021 ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ. ഈ പ്രീവിയസ് ഇയറിൽ നമ്മൾ മിസ്റ്റർ എക്സിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അയാൾ 182 ദിവസമോ അതിൽ കൂടുതലോ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 182 ഡേയ്സ് അല്ലേ, 182 ഡേയ്സ് ഓർ മോർ ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 182 ഡേയ്സ്. 182 ഡേയ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം പ്രീവിയസ് ഇയറിൽ. ഈ അസസ്മെൻറ്റ് ഇയറിൻ്റെ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് ഇയറിൽ ആ പർട്ടിക്കുലർ SSC ഇന്ത്യയിൽ 182 ഡേയ്സ് ഓർ മോർ ഉണ്ടായിരിക്കണം. ഇതാണ് ബേസിക് കണ്ടീഷനിലെ ഒന്നാമത്തെ കണ്ടീഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ബേസിക് കണ്ടീഷനിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ 2ാമത്തെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ പ്രീവിയസ് ഇയറിൽ, അതായത് SSC ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 60 ഡേയ്സ്. അതായത് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ 2021 അല്ലേ, 2021 ഇയാൾ 60 ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ആൻഡ് പോരാ, അത് മാത്രം പോരാ, ആൻഡ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിൽ ഇയാൾ 365 ഡേയ്സ് ഓർ മോർ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 365 ദിവസം ഇയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദിസ്. ബേസിക് കണ്ടീഷനിൽ ഒന്നാമത്തെ കണ്ടീഷൻ, ബേസിക് കണ്ടീഷനിലെ 2ാമത്തെ കണ്ടീഷനിൽ 2 എണ്ണം നോക്കണം. ഒന്ന് പ്രീവിയസ് ഇയറിൽ 60 ദിവസമോ അതിൽ കൂടുതലുണ്ടോ എന്ന് നോക്കണം. പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങൾ, അതേതല്ലാടോ, ഇതിന് തൊട്ട് മുന്നേയുള്ളതെന്ന് പറയുമ്പോൾ 2021 അപ്പം 19, 20, 2018, 2019, 2017, 2018, 2016, 2017. ഇതാണ് ഈ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങൾ. ഓക്കെ, ഈ 4 വർഷം ഇയാൾ എത്ര 365 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ബേസിക് കണ്ടീഷൻ നമ്പർ
2. So your textbook, SSC is in India during the previous year for a period of 60 days or more and has been in India in period of 365 days or more. 4 years preceding the previous year. Previous year തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ബേസിക് കണ്ടീഷൻ നമ്പർ 2. ഇതിലേതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈസ് എ റെസിഡൻറ്റ്. ഏതെങ്കിലും ഒരെണ്ണം നോക്കിയാൽ മതി. ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തെന്ന് കണ്ടാൽ നിങ്ങൾ വീണ്ടും സ്റ്റെപ്സ് ഒന്നും ചെയ്യേണ്ട, അയാൾ റെസിഡൻ്റ് ആണെന്ന് അങ്ങോട്ട് പറയാം. ഇനി രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഹീസ് എ നോൺ റെസിഡൻറ്റ്. സോ നോൺ റെസിഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഈ രണ്ട് കണ്ടീഷൻസും നോക്കണം. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഹീസ് എ നോൺ റെസിഡൻറ്റ്. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും ഉണ്ടെങ്കിൽ റെസിഡൻ്റ് ആണെന്ന് മനസ്സിലായി. സോ ബേസിക് കണ്ടീഷൻ നമ്മൾ പഠിച്ചു. ബേസിക് കണ്ടീഷനിൽ ഒരു പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. സോ അത് ഇവിടുന്ന് മുതൽ ഇങ്ങോട്ടാണ്. ഇത് അമെൻമെൻ്റ് അല്ല, ബട്ട് അമെൻമെൻറ്റിൽ വരുന്ന ഒരു പാർട്ടാണ്. അതുകൊണ്ട് ഇത് ഞാൻ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് എടുക്കാം. സോ ഞാൻ ഇനിയിപ്പം എഡീഷണൽ കണ്ടീഷനും കൂടെ പറഞ്ഞതിന് ശേഷം ഈ വരുന്ന അമെൻമെൻറ്റിൻ്റെ പാർട്ട് പറയാം. സോ എഡീഷണൽ കണ്ടീഷൻസ് നോക്കാം. എഡീഷണൽ കണ്ടീഷനിൽ പറയുന്നത് നെക്സ്റ്റ് ഇസ് എഡീഷണൽ കണ്ടീഷനാണ്. എഡീഷണൽ കണ്ടീഷൻ പറയുന്നത് SSC റെസിഡൻ്റ് ആയിരിക്കണം. റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. റെസിഡൻറ്റ് സാറ്റിസ്ഫൈങ് എനി വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ ഇൻ അറ്റ്ലീസ്റ്റ് 2 out of 10 year preceding the previous year. ഓക്കെ, പ്രീവിയസ് ഇയറിന് മുന്നേയുള്ള 10 വർഷങ്ങളിൽ 10 year preceding the previous year. സോ ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ എങ്കിൽ നമ്മളിത് ഇവിടെ ഇങ്ങനെ എഴുതുക 10 വർഷം. ഇതിന് ശേഷം വരുന്ന 10 വർഷങ്ങളിൽ, ഇവിടെ നമ്മൾ 4 വർഷമല്ലേ എഴുതി, അതേപോലെ 10 വർഷം എഴുതുക. ആ 10 വർഷത്തിൽ അറ്റ്ലീസ്റ്റ് 2 വർഷമെങ്കിലും ഇയാൾ റെസിഡൻ്റ് ആയിരിക്കണം. ഓക്കെ, ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. സോ കണ്ടീഷൻസ് പഠിക്കുക. ഹീ ഈസ് ഇൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 out of 10 year preceding the previous year. തൊട്ട് മുന്നേയുള്ള 10 വർഷത്തിൽ 2 വർഷമെങ്കിലും അയാൾ ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. റെസിഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ് രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ SSC ഹാസ് ബീൻ ഇൻ ഇന്ത്യ. ഇവിടെ റെസിഡൻ്റ് എന്നാണ് പ്രത്യേകം ഓർമ്മിച്ചോ. ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം ഫോർ എ പീരീഡ് ഓഫ് 730 days or more ഡ്യൂറിങ് ദ 7 year preceding the previous year. ഓക്കെ, പ്രീവിയസ് ഇയറിൻ്റെ 2021 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ. ഇതിന് ശേഷം വരുന്ന 7 year, ഇത് കഴിഞ്ഞിട്ട് വരുന്ന 7 years, ഇത് കഴിഞ്ഞിട്ട് വരുന്ന 7 yearsൽ ഇയാൾ 730 days or more ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് എഡീഷണൽ കണ്ടീഷനിലെ നമ്പർ 2. ഈ എഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കും. ഇനി അല്ലെങ്കിൽ റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കും. സോ ബേസിക് കണ്ടീഷനിൽ അറ്റ്ലീസ്റ്റ് 1 സാറ്റിസ്ഫൈ ചെയ്ത് റെസിഡൻ്റ് ആണെന്ന് മനസ്സിലായാലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഡീഷണൽ കണ്ടീഷനും കൂടെ നോക്കേണ്ടത്. ഇനി ഇയാൾ ഇവിടെ നോൺ റെസിഡൻ്റ് ആണെന്ന് മനസ്സിലായാൽ പിന്നെ നമുക്ക് വേറെ സ്റ്റെപ്പൊന്നുമില്ല, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ബട്ട് റെസിഡൻ്റ് ആണെന്നാണ് ആൻസർ ബേസിക് കണ്ടീഷനിൽ കിട്ടുന്നതെങ്കിൽ നമ്മൾ എഡീഷണൽ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. സോ എഡീഷണൽ കണ്ടീഷൻ ഒന്ന് എൻ്റെ കൂടെ പറഞ്ഞോ. റെസിഡൻ്റ് ആയിരിക്കണം. SSC റെസിഡൻ്റ് ഇൻ ഇന്ത്യ എപ്പോൾ 2 out of 10 previous year preceding the 10 preceding previous year, 10 year preceding the previous year. പിന്നെയോ SSC ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 7 വർഷങ്ങളിൽ 730 days or more. എഡീഷണൽ കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ എന്താ, പ്രീവിയസ് ഇയറിൽ SSC ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം 182 days or more. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ പ്രീവിയസ് ഇയറിൽ 60 ദിവസമോ കൂടുതലോ ആൻഡ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിൽ 365 days or more ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ബേസിക് കണ്ടീഷനിലെ 2 എണ്ണം ആൻഡ് അഡീഷണൽ കണ്ടീഷനിലെ 2 എണ്ണം. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വരുന്നത് അമെൻമെൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. വായിച്ച് നിങ്ങളൊരു പണിയാവുന്നൊരു സംഭവമാണ് ഇത്. ഇതിന് നമുക്കൊരു ടേബിൾ ഫോമിലൊക്കെ ആക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ,
ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് എടുത്തങ്ങ് തീർക്കാം. എന്നിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യാം അല്ലേ. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ പബ്ലിക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഇൻകം ടാക്സിൻ്റെ വീഡിയോ പബ്ലിക്കായിട്ട് ഇടലില്ല. ഞാൻ ഓൾറെഡി ട്യൂഷൻ എടുത്ത് തുടങ്ങി, അതുകൊണ്ടാണ് ഇടാത്തത്. CMA കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്, ബട്ട് അഡ്മിഷൻ ഫുള്ളാണ്. ഞാൻ കുറേ കുട്ടികളൊന്നും എടുക്കില്ല, ബിക്കോസ് ഞാൻ അത്ര മീൻസ് എനിക്ക് അത്ര ഒരു ഫെസിലിറ്റീസ് ഒന്നുമില്ല. സോ ഞാൻ കുറച്ച് കുട്ടികളെ ഇത് എൻറോൾമെൻറ്റ് ഓക്കെയാണ്. പിന്നെ ഞാൻ വേറൊരു യൂണിവേഴ്സിറ്റിൻ്റെ പേര് പറയാത്ത ഓൾറെഡി ഞാൻ ആ കുട്ടികളുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി വരുന്നത് ഡിഗ്രി സ്റ്റുഡൻസ് ആണ്. ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ ചാർജ് ചെയ്തത് 500 റുപ്പീസാണ് 5th സെം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ട. എൻ്റെ നമ്പർ 9747896981. എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത് മക്കളെ. ഇറ്റ് ഈസ് ഓൺലി ഫോർ വാട്സപ്പ് പർപ്പസ്. ഓക്കെ, 9747896981. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കാം, ഇഷ്ടമില്ലെങ്കിൽ വിളിക്കരുത്. ഓക്കെ, വിളിക്കരുത്, വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അമെൻമെൻറ്റ് നോക്കാം. അമെൻമെൻറ്റിന് മുന്നേ ചെറിയൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ ബേസിക് കണ്ടീഷൻ നോക്കാം. ബേസിക് കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെയാണ് ഇത് പഠിക്കുന്നത് നമ്മൾ. ഓക്കെ, ബേസിക് കണ്ടീഷനിൽ 2 എണ്ണം ഇനിയും റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല. ചില കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ശ്രദ്ധിക്കുക, നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്ന ഇൻഡിവിജ്വൽ പേരിടാം മിസ്റ്റർ സെഡ് ആണെങ്കിൽ, ഞാൻ ഈ പറയുന്ന 2 കാറ്റഗറിയിലാണ് മിസ്റ്റർ സെഡ് വരുന്നതെങ്കിൽ, ഞാൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ പോകുന്ന SSC മിസ്റ്റർ സെഡ് ഞാൻ ഇനി പറയാൻ പോകുന്ന 2 കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ ബേസിക് കണ്ടീഷനിൽ 1, 2 പഠിച്ചല്ലോ. ഒന്നാമത്തെ കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി, രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ പോകുന്ന SSC ഞാൻ ഈ പറയുന്ന 2 കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ ബേസിക് കണ്ടീഷനിൽ 1 എണ്ണം മാത്രം ചെക്ക് ചെയ്താൽ മതി, രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട. മീൻസ് 182 ഡേയ്സ് ഓർ മോർ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഈ കണ്ടീഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഓക്കെ, ഏതൊക്കെയാണ് ആ 2 കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് നോക്കണ്ട, ഇത് ഞാൻ പറഞ്ഞു തരും എന്താണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പഠിക്കുക. വലിയ ടെക്സ്റ്റ് ബുക്കിൽ അതാ ഉള്ളത്, ബട്ട് സെയിം ആണ്. ബട്ട് ഐ വിൽ ടെൽ യു ലേറ്റർ. ഓക്കെ, ഈ 60 ഡേയ്സ് കണ്ട് ഞെട്ടല്ലേ. ഇൻ കേസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, അപ്പോൾ ഞാൻ പറയുന്നത് മിസ്റ്റർ സെഡ് ഈ 2 കാറ്റഗറി പറഞ്ഞില്ല, ആ കാറ്റഗറിയാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ, അതായത് നമ്മളെ മിസ്റ്റർ സെഡ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ഇന്ത്യ വിട്ട് പോവുകയാണ്, ഷിപ്പിൽ മെമ്പറായിട്ട്, ഷിപ്പിൽ ജോലിക്ക്. ഏത് ഷിപ്പിൽ? ഇന്ത്യൻ ഷിപ്പിൽ. ഓക്കെ, എംപ്ലോയ്മെൻറ്റിന് വേണ്ടി, അയാൾക്കവിടെ ജോലി കിട്ടിയതാണ്, വെറുതെ കറങ്ങാൻ പോകുന്നതൊന്നുമല്ല. ബട്ട് ഫോർ എംപ്ലോയ്മെൻറ്റ് പേർപ്പസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, സോറി, മെമ്പർ ഓഫ് എ ക്രൂ ഓഫ് എൻ ഇന്ത്യൻ ഷിപ്പ്. ഇന്ത്യൻ ഷിപ്പിൽ ക്രൂ ആയിട്ട്, അതായത് ഷിപ്പിൽ പോവുകയാണ്. ആ ഷിപ്പ് മേ ബി കുറേ വേറെ കൺട്രീസിലൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ആ ഷിപ്പിൽ ജോലിക്ക് പോവുകയാണ്. അല്ലെങ്കിൽ അയാൾക്ക് ജോലി കിട്ടി എവിടെ? ഇന്ത്യക്ക് പുറത്ത്. മിസ്റ്റർ സെഡ് ഒരു ഇൻഡിവിജ്വൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഷിപ്പിൽ ജോലി കിട്ടി, ഇന്ത്യൻ ഷിപ്പിൽ, ആ ഷിപ്പ് പോവുകയാണ്. ഓർ അയാൾക്ക് ജോലി കിട്ടി ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത്. അങ്ങനെ അയാൾ ഇന്ത്യ വിട്ട് പോവുകയാണെങ്കിൽ ബേസിക് കണ്ടീഷനിൽ ഒന്നാമത്തെ മാത്രം ചെക്ക് ചെയ്താൽ മതി, രണ്ടാമത്തെ നോക്കണ്ട. ഇനി സെയിം ഇൻഡിവിജ്വൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ചിലവർ വിചാരിക്കും ഇത് രണ്ടും ഒന്നല്ലേ, നല്ല ഡിഫറൻസ് ഉണ്ട്. വി വിൽ ടോക്ക് ഇറ്റ് ലിറ്റിൽ ബിറ്റ് later. Okay, so individual being a citizen of India or a person of Indian origin who comes on visit to India in any previous year. പറയാം, മിസ്റ്റർ സെഡ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ബട്ട് ഇയാൾ എവിടെ താമസിക്കുന്നതെന്നറിയാം? UK കുറേ കാലമായി അവിടെയാണ്. ബട്ട് ഹീസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ അല്ലേ, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇയാൾ വിസിറ്റിന് വരുവാണ് എവിടെ? ഇന്ത്യയിൽ. ഇതാണ് കണ്ടീഷൻ നമ്പർ 2. മിസ്റ്റർ ഇൻഡിവിജ്വൽ, മിസ്റ്റർ സെഡ്, SSC അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ
സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇന്ത്യയിൽ വിസിറ്റിന് വരികയാണ്, ഇയാൾ വേറെ എവിടെയോ ആണ് താമസിക്കുന്നത്. അങ്ങനെയുള്ള കണ്ടീഷൻ ആണെങ്കിലും ബേസിക് കണ്ടീഷനിൽ ഒന്നാമത്തെ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ ഈക്വൽ ടു ഓർ മോർ ദാൻ 182 ഡേയ്സ് ഓർ മോർ. ഓക്കെ, 182 ഡേയ്സ് ഓർ മോർ നോക്കിയാൽ മതി. ഇത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, സിമ്പിളാണ്, കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണോ? പ്രീവിയസ് ഇയറിൽ രണ്ടാമത്തെയാണ് ചോദിക്കുന്നത്. പ്രീവിയസ് ഇയറിൽ 60 ദിവസമോ കൂടുതൽ ആൻഡ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിൽ 365 ഡേയ്സ് ഓർ മോർ. ഇതല്ലേ? ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയത് പ്രീവിയസ് ഇയറിൽ ഈ രണ്ട് കണ്ടീഷനിൽ, ഞാനിപ്പോൾ പറപ്പിച്ച 2 കണ്ടീഷൻ ഉണ്ടല്ലോ, അതായത് പണി കിട്ടി ഷിപ്പിൽ അല്ലെങ്കിൽ പുറത്ത് ഔട്ട്സൈഡിൽ കിട്ടി ഇന്ത്യൻ സിറ്റിസൺ പോവുകയാണെങ്കിൽ, ഒരു സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ, ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ വേറെ എവിടെയോ താമസിച്ച് ഇന്ത്യയിൽ വിസിറ്റിന് വരികയാണെങ്കിൽ ബേസിക് കണ്ടീഷൻ മാത്രം ഇതിൽ ഒരെണ്ണം നോക്കിയാൽ മതി എന്ന് പറഞ്ഞില്ലേ. ബട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ളത് രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിൽ ഈ 60 ദിവസം എന്നുള്ളത് 182 ഡേയ്സ് ഓർ മോർ ആവും ഈ 2 കണ്ടീഷനിൽ എങ്കിൽ എന്നാണ് ഇവിടെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തത്. നിങ്ങൾ തന്നെ ആലോചിച്ച് പറ, ഇവിടെയുള്ള ഈ 60 എന്നുള്ളത് 182 ഡേയ്സ് ഓർ മോർ ആവുക എന്ന് പറഞ്ഞാൽ അത് ഏതാടെ കണ്ടീഷൻ? ഇതല്ലേ, പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ആവണം എന്നല്ലേ. പിന്നെ എന്തിനാ ഇത് നോക്കുന്നത്? ഇത് നോക്കിയാൽ പോരെ. സോ വലിയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഉള്ളത് അതുപോലെ നോക്കിയാൽ മതി. ഈ 60 ദിവസം മാറി 182 ഡേയ്സ് ആവുന്നുള്ളത് തന്നെയാണ് ഈ ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, സോ അത് പഠിക്കാം. ഓക്കെയാണ്. ഈ 2 കേസിലും നമ്മൾ പഠിച്ചു. 2 കേസിലും നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? ബേസിക് കണ്ടീഷനിൽ ഒന്നാമത്തെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ദെൻ ഹി വിൽ ബി എ റെസിഡൻറ്റ്. ഓക്കെ, ഒന്നാമത്തെ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അയാൾ റെസിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അയാൾ നോൺ റെസിഡൻറ്റ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ ആടാ നിങ്ങൾ നോക്കുക വേണ്ട. ഏത് കണ്ടീഷൻ? ഈ 2 കണ്ടീഷൻസ്. ഓക്കെയാണ്. ഇനി ഇവിടെയാണ് നമ്മുടെ സ്വന്തം അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. കുട്ടികൾ തല തിരിഞ്ഞു പോകുന്ന അമെൻമെൻറ്റാണ്. ഇതിൽ അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് ഇതിലാണ്. അതായത് സിറ്റിസൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യയിൽ വിസിറ്റിന് വരുമ്പോൾ ഉള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്വതവേ നമ്മളോട് പറയുന്നത് പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ഉണ്ടെങ്കിൽ ഹീ ഈസ് എ റെസിഡൻറ്റ്, അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് എന്നാണ് ഇത്ര കാലവും പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ വിസിറ്റിന് വരുവാണ് എവിടെ? ഇന്ത്യയിൽ. അങ്ങനെയാണെങ്കിൽ അയാൾ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഹീസ് എ റെസിഡൻറ്റ്, അല്ലാത്ത പക്ഷം ഹീസ് എ നോൺ റെസിഡൻറ്റ് എന്നാണ് ഇത്ര കാലവും പറഞ്ഞത്. ബട്ട് ഇനി അങ്ങോട്ട് അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഫൈനാൻസ് ആക്ട് 2020 തോന്നുന്നു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഫൈനാൻസ് ആക്ട് 2020 അമെൻമെൻറ്റ് വന്നു. ആ അമെൻമെൻ്റ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനെ ഞാനൊരു ടേബിൾ ഫോമിലാക്കിയിട്ട് പഠിപ്പിച്ചു തരാം. ട്രീ ഫോമിൽ, നോട്ട് ഇൻ ടേബിൾ ഫോം, ട്രീ ഫോം. പഠിക്കുന്ന കണ്ടീഷൻ ഏതാണോ? ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. നിങ്ങളത് നല്ല വൃത്തിക്ക് എഴുതണേ. ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യയിൽ വിസിറ്റിന് വരുവാണ്. എന്നിട്ട് അയാൾ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ താമസിച്ചു. 182 ഡേയ്സ് ഓർ മോർ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഹീ സ്റ്റേഡ്. താമസിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആരാന്ന് വിളിക്കുക? റെസിഡൻ്റ് അല്ലേ. താമസിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ റെസിഡൻ്റ് ആണെങ്കിൽ വീണ്ടും നമ്മൾ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിനോന്ന് നോക്കണം. നമ്മുടെ ബേസിക് കണ്ടീഷൻ എഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിനോ നോക്കണം. എഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ച എഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അയാൾ റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻ്റ് എന്ന് വിളിക്കും. എഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്ന് വിളിക്കും. പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. സോ ഇതിലൊന്നും പ്രോബ്ലം ഇല്ല. ഇനി ഇവിടെയാണ് പ്രശ്നം. മുന്നേ ആണെങ്കിൽ 182 ഡേയ്സിൽ കുറവാണ് ഇയാളുടെ സ്റ്റേ എങ്കിൽ, പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തപ്പോൾ 182 ഡേയ്സ് ഓർ മോർ ഇല്ല സ്റ്റേ എങ്കിൽ
ഹീസ് എ നോൺ റെസിഡൻറ്റ് എന്ന് അപ്പം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ, ഞാനൊക്കെ പഠിക്കുമ്പോൾ അപ്പം തന്നെ പറയുകയാണ് നോൺ റെസിഡൻറ്റ്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇഫ് ഇറ്റ് സ്റ്റേസ് ലെസ് ദാൻ 182 ഡേയ്സ്, ലെസ് ദാൻ 182 ഡേയ്സ് ആണെങ്കിൽ, ലെസ് ദാൻ 182 ഡേയ്സ് ആണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം ഇയാളുടെ ടോട്ടൽ ഇൻകം ഗ്രേറ്റർ ദാൻ 15 ലക്ഷമാണോ, 15 ലക്ഷമാണോ നോക്കണം. ഓക്കെ, ഇയാളുടെ ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണോ നോക്കണം. ഈ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നതിൽ ഓക്കെ അയാൾ ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്ത ഇൻകം മാത്രം, ഈ ടോട്ടൽ ഇൻകത്തിനകത്ത് ഫോറിൻ ഇൻകം ഇൻക്ലൂഡ് ആവാൻ പാടില്ല. ടോട്ടൽ ഇൻകത്തിനകത്ത് ഫോറിൻ ഇൻകം വരാൻ പാടില്ല. അയാൾ ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്ത ഇന്ത്യൻ ഇൻകം മാത്രമേ ഈ ടോട്ടൽ ഇൻകത്തിൽ വരാൻ പാടുള്ളൂ. ഫോറിൻ ഇൻകം വരാൻ പാടില്ല. അത് നിങ്ങൾ ഓർമ്മിക്കാം. സോ ഇവിടെ 182 ഡേയ്സിൽ കുറവാണ് ഇയാളുടെ സ്റ്റേ എങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ചെക്ക് ചെയ്യണം ഹിസ് ടോട്ടൽ ഇൻകം ഗ്രേറ്റർ ദാൻ 15 ലാക്ക് ആണോ. ഗ്രേറ്റർ ദാൻ 15 ലാക്ക് ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 15 ലാക്ക് ആണെങ്കിൽ ഉടനെ നിങ്ങൾ വീണ്ടും 2 എണ്ണം ചെക്ക് ചെയ്യാനുണ്ട്. ഇയാളുടെ സ്റ്റേ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ആണോ നോക്കണം. ഓക്കെ, ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അപ്പം തന്നെ നോക്കുക അയാളുടെ സ്റ്റേ. പ്രീവിയസ് ഇയറിൽ അയാൾ 120 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടോ, ആൻഡ് അത് മാത്രം ചെക്ക് ചെയ്താൽ പോരാ, പ്രീവിയസ് ഇയറിന് തൊട്ട മുന്നേ ഉള്ള 4 വർഷങ്ങളിൽ, പ്രീവിയസ് ഇയറിന് തൊട്ട മുന്നേ ഉള്ള 4 വർഷങ്ങളിൽ ഓക്കെ 4 വർഷങ്ങളിൽ ഹീസ് ഇൻ ഫോർ 365 ഡേയ്സ് ഓർ മോർ. 4 ഇയേഴ്സിൽ അയാൾ ഇന്ത്യയിൽ 4 ഇയേഴ്സ് പ്രീവിയസ് ഇയറിന് തൊട്ട മുന്നേ ഉള്ള 4 ഇയേഴ്സിൽ അയാൾ ഇന്ത്യയിൽ 365 ഡേയ്സ് ഓർ മോർ നിന്നിട്ടുണ്ടോയെന്നും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, യെസ്, അങ്ങനെയാണെങ്കിൽ ഹീസ് എ റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഇനി ഇയാൾ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഇയാൾ നോൺ റെസിഡൻറ്റ്. ഓക്കെയാണ്. 182 ഡേയ്സിൽ കുറവാണ് ഇയാളുടെ ഇന്ത്യയിലെ സ്റ്റേ എങ്കിൽ ടോട്ടൽ ഇൻകം ഗ്രേറ്റർ ദാൻ 15 ലക്ഷമാണോ നോക്കണം. ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഇയാൾ പ്രീവിയസ് ഇയറിൽ 120 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടോ എന്നും, പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിൽ 365 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. യെസ്, ഇത് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഹീസ് എ റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. അല്ലാത്ത പക്ഷം ഹീസ് എ നോൺ റെസിഡൻറ്റ്. ഓക്കെ, ഇനി ഇയാളുടെ ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കുറവാണെങ്കിൽ, 15 ലക്ഷം ഇല്ല, അതിൽ കുറവാണെങ്കിൽ ഹീസ് എ നോൺ റെസിഡൻറ്റ്. ഇയാൾ നോൺ റെസിഡൻ്റ് ആയിരിക്കും. ഇതാണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. അമെൻമെൻറ്റ് ഫൈനാൻസ് ആക്ട് 2020 വന്നിരിക്കുന്ന അമെൻമെൻറ്റാണ് ഞാൻ ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു രൂപമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞതുപോലെ തോന്നുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. എനിവേ ഈ ഒരു ഡയഗ്രാം മനസ്സിൽ ഓർമ്മിച്ച് വെക്കണം. മനസ്സിലല്ല, എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് വായിച്ച് നോക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, with effect from 2020-21 the period of stay of 182 days has been reduced to 120 days. അല്ലേ, 182 ഡേയ്സ് എന്നുള്ള സ്റ്റേ 120 ഡേയ്സ് ആക്കി കുറച്ചു. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ, ഇഫ് ഹിസ് ടോട്ടൽ ഇൻകം ഇസ് ഗ്രേറ്റർ ദാൻ 15 ലക്ഷം. ഇൻ കേസ് ഓഫ് എ പേഴ്സൺ ഹൂസ് ഇൻകം അതർ ദാൻ ഫോറിൻ ഇൻകം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോറിൻ ഇൻകം പാടില്ല. സോ ഇൻകം അതർ ദാൻ ഫോറിൻ ഇൻകം ഇസ് മോർ ദാൻ 15 ലക്ഷം. അല്ലേ, 120 ദിവസമായിട്ട് കുറച്ചിട്ടുണ്ട്. ഇഫ് ഇറ്റ്സ് മോർ ദാൻ, ഓക്കെ. In other words, if the income in India does not exceed 15 lakh, the limit of 182 days will be applicable. 15 ലക്ഷത്തിൽ കുറവാണെങ്കിൽ ഈ 182 ദിവസം തന്നെ എടുക്കും. ആൻഡ് ഹീ ഈസ് എ നോൺ റെസിഡൻറ്റ്. എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹൂ കംസ് ടു വിസിറ്റ് ഇൻ ഇന്ത്യ, അല്ലേ, നമ്മൾ ആ കണ്ടീഷനാണ് പറഞ്ഞത്. സ്റ്റേയിങ് മോർ ദാൻ 120 ഡേയ്സ് ബട്ട് ലെസ് ദാൻ 182 ഡേയ്സ് വിൽ ബി കൺസിഡേർഡ് ആസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്.
റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല മക്കളെ, ഇതും കൂടെ ചേർത്തിട്ട് പഠിക്കണേ. ഓക്കെ, റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ഇൻകം ഫ്രം ഫോറിൻ സോഴ്സ് മീൻസ് ഇൻകം വിച്ച് അക്രോ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യന് പുറത്തുള്ളതാണെങ്കിൽ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. Note that relaxation allowed to stay up to 182 days in India without change in residential status is only for Indian citizen going abroad for employment or as a crew member of Indian ship. അപ്പം നമ്മളിപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന 182 ഡേയ്സ് ഫസ്റ്റത്തെ ബേസിക് കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്ന് പറയുന്ന കണ്ടീഷൻ ഈ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ഇന്ത്യ വിട്ടിട്ട് പോകുന്ന സിറ്റിസൺ ഓഫ് ഇന്ത്യ ക്രൂവിലെ പണിക്ക് അല്ലെങ്കിൽ പുറത്തെവിടെയോ ജോലി കിട്ടി പോകുന്ന ആൾക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ. അതൊക്കെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. സോ ഇത് എഴുതാൻ വരില്ലായിരിക്കും. സോ നിങ്ങളിത് പഠിക്കുക, ഈ ഒരു കണ്ടീഷൻ ചേർത്ത് പഠിക്കണം. എല്ലാ വലിയ വലിയ ഓതേഴ്സിൻ്റെ ടെക്സ്റ്റിലും ഇത് കാണാൻ പറ്റുന്നുണ്ട്. ദിസ് ഈസ് ഒരു ഇത്തിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണിത്. ഞാനതിൻ്റെ ഫ്രണ്ട് പേജ് ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 365 ഡേയ്സ് ഓർ മോർ ഇൻ ദ പ്രീവിയസ് ഇയർ ആണെന്ന്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതി ചേർത്തത്. സോ ദിസ് ഇസ് ദ തിങ്. ഇതാണ് നമ്മുടെ അമെൻമെൻറ്റ്. ഇനി ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ പറഞ്ഞു. ഇന്ത്യൻ സിറ്റിസൺഷിപ്പുള്ള ആൾ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ മനസ്സിൽ കാണണേ, നിങ്ങളുടെ അച്ഛനോ അമ്മയോ, പാരൻസ് എന്ന് വിളിച്ചുകൂടെ, അച്ഛനോ അമ്മയോ അല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയോ അച്ഛൻ്റെ അച്ഛനോ, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ അമ്മയോ അമ്മയുടെ അമ്മയുടെ അച്ഛനോ. ഓക്കെ, അച്ചാച്ചനോ അച്ചമ്മയോ നമ്മുടെ നാട്ടിൽ വല്യമ്മ വല്യച്ഛനൊക്കെ ഓരോ നാട്ടിൽ മാറും. അപ്പം ഗ്രാൻഡ് പാരൻസ് ആണെങ്കിൽ അത് അമ്മയുടെ അച്ഛനോ ആവാം അമ്മയുടെ അമ്മയാവാം, അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനോ ആവാം അച്ഛൻ്റെ അമ്മയാവാം. ഓക്കെ, ഇവർ 2 പേരിൽ ആരെങ്കിലും ജനിച്ചിരിക്കുന്നത്, അപ്പോൾ ഇവർ 4 പേരുണ്ടല്ലേ. ഇപ്പോൾ അച്ഛൻ അമ്മ, ഫാദർ മദർ, പിന്നെയോ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ അമ്മയുടെ വകയുള്ള, ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ അച്ഛൻ്റെ വകയുള്ള. 1 2 3 4 5 6 എൻ്റെ അമ്മ 6 ആൾ. ഈ 6 ആളിൽ ആരെങ്കിലും ഇന്ത്യയുടെ വിഭജനം ഉണ്ടല്ലോ, അൺഡിവൈഡഡ് ഇന്ത്യയിലാണ് ജനിച്ചതെങ്കിൽ, നമ്മൾ പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെ ഒരുമിച്ചുള്ള നമ്മുടെ ഇന്ത്യയിലാണ് ജനിച്ചതെങ്കിൽ, അൺഡിവൈഡഡ് ഇന്ത്യയിലാണ് ജനിച്ചതെങ്കിൽ, പാരൻറ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ജനിച്ചതെങ്കിൽ, ഈ പർട്ടിക്കുലർ പേഴ്സൺ, ഇപ്പോൾ മിസ്റ്റർ എക്സിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ മിസ്റ്റർ എക്സിൻ്റെ പാരൻറ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻറ്റ് അൺഡിവൈഡഡ് ഇന്ത്യയിലാണ് ജനിച്ചതെങ്കിൽ മിസ്റ്റർ എക്സ് ഇസ് എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് വിളിക്കാം. സോ അതൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഒന്നുകൂടെ നമുക്ക് പറയാം. റെസിഡൻഷ്യൽ എല്ലാവരും കൂടെ പറയുക, അല്ലെങ്കിൽ ഒരു പെണ്ണെടുത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുക. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻറ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ആവാം. ഇൻഡിവിജ്വൽ റെസിഡൻറ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ആവണമെങ്കിൽ ബേസിക് കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്ന 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതിലേതൊക്കെയാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ പ്രീവിയസ് ഇയറിൽ 60 ദിവസമോ അതിൽ കൂടുതലോ, ആൻഡ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിൽ 365 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്നത് റെസിഡൻറ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആണെന്ന് മനസ്സിലായി. റെസിഡൻ്റ് ആണെന്ന് മനസ്സിലായാൽ പിന്നെ നിങ്ങൾ എഡീഷണൽ കണ്ടീഷനിലോട്ട് പോകണം. എഡീഷണൽ കണ്ടീഷനിൽ 2 എണ്ണവും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഹീസ് എ റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻറ്റ്, അല്ലാത്ത പക്ഷം ഹീസ് എ നോൺ റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ശ്രദ്ധ കുറച്ച് വേറെ സ്ഥലത്തേക്ക് പോയി. ഓക്കെ, സോറി. അപ്പോൾ അഡീഷണൽ കണ്ടീഷനും കഴിഞ്ഞു. ഇനി നമ്മൾ ബേസിക് കണ്ടീഷനിലുള്ള ചില കേസിൽ 2 കേസിൽ നമ്മൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഏതാണ് ആ കണ്ടീഷൻ? 182 ഡേയ്സ് ഓർ മോർ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതേതൊക്കെയാണ് 2 കണ്ടീഷൻ? ഒന്ന്, ഇൻഡിവിജ്വൽ SSC ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഷിപ്പിൽ ജോലി കിട്ടിയിട്ട് പോവുകയാണ് ഇന്ത്യൻ ഷിപ്പിൽ, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ എംപ്ലോയ്മെൻറ്റിന് പോവുകയാണെങ്കിൽ യു ചെക്ക് ഓൺലി ദ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഓഫ് 182 ഡേയ്സ് ഓർ മോർ ഇൻ ദ പ്രീവിയസ് ഇയർ. രണ്ടാമത്തെ കണ്ടീഷൻ SSC ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്. അയാൾ താമസിക്കുന്നത് ഇന്ത്യയിലല്ല, ഇന്ത്യയിൽ വിസിറ്റിന് വരികയാണെങ്കിൽ
ഫസ്റ്റത്തെ ബേസിക് കണ്ടീഷൻ നോക്കിയാൽ മതി. ബട്ട് അതിൽ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഫൈനാൻസ് ആക്ട് 2020 അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് അയാൾ ഇന്ത്യയിൽ 182 ഡേയ്സ് ഓർ മോർ താമസിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഈസ് എ റെസിഡൻറ്റ്. പിന്നെ നമ്മൾ ബേസിക് കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷനൊക്കെ നോക്കി അതൊക്കെ നമ്മൾ സെറ്റാക്കും. ഇഫ് ഹി വി സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ ലെസ് ദാൻ 182 ഡേയ്സ് ആണെങ്കിൽ, അയാളുടെ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ, ഹിസ് സ്റ്റേ 182 ഡേയ്സ് ഓർ മോർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. 4 ഇയേഴ്സിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് 365 ഡേയ്സ് ഓർ മോർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ ഹീസ് എ റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻറ്റ്, അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ്. അയാളുടെ ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കുറവാണെങ്കിൽ ഹീസ് എ നോൺ റെസിഡൻറ്റ്. സോ ഈ ഒരു പിക്ചറും കൂടെ മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യും. വെയിറ്റ് സി, ഇവിടെ എല്ലാ അഡീഷണൽ കണ്ടീഷൻ നിങ്ങൾ വായിക്കണം. ഇനി ഇപ്പുറത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. റെസിഡൻറ്റ്, ഓർഡിനറിലി റെസിഡൻറ്റ് ആൻഡ് നെസസറി സാറ്റിസ്ഫൈങ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ. അല്ലേ, ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുക, അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുക. ഇതിലേതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ ഹീസ് എ റെസിഡൻറ്റ്, ഇതിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ ഹീസ് എ റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻറ്റ്. അതാണ് ഇവിടെ എഴുതിയത്. Any one of the basic condition and both the additional condition, resident and ordinary resident. ഇനി ഇതിൽ ബേസിക് കണ്ടീഷനിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം റെസിഡൻ്റ് ആയി ബട്ട് അഡീഷണൽ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഹീസ് എ റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. സാറ്റിസ്ഫൈങ് എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ബട്ട് നോട്ട് സാറ്റിസ്ഫൈങ് ബോത്ത് ദി അഡീഷണൽ കണ്ടീഷൻ, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആവും. ഓക്കെ, നോൺ റെസിഡൻറ്റ്, നൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷനിൽ രണ്ടെണ്ണവും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഹീസ് എ നോൺ റെസിഡൻറ്റ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ഡീംഡ് റെസിഡൻറ്റിൻ്റെ ഒരു സംഭവമുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് ഡീംഡ് റെസിഡൻറ്റ് എന്നുള്ള കോൺസെപ്റ്റാണ്. ഡീംഡ് റെസിഡൻറ്റ് എന്ന് വിളിക്കാം, അതായത് ഇയാളെയും നമ്മൾ റെസിഡൻ്റായി കാണും. ആരെ? ഈ പറഞ്ഞിരിക്കുന്ന 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പേഴ്സണെ, ഒരു SSCയെ നമ്മൾ ഡീംഡ് ടു ബി നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് നമ്മൾ കാണും. ഏതാണ് ആ 3 കണ്ടീഷൻ എന്ന് വെച്ചാൽ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം ഒരുമിച്ചിട്ട്. ഇയാളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പേഴ്സൺ ഈസ് എൻ ഇന്ത്യൻ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇയാളുടെ ടോട്ടൽ ഇൻകം, ഫോറിൻ ഇൻകം കൂടാണ്ട് ഉള്ള ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലായിരിക്കണം. ഇയാൾ നോട്ട് ലാബിൾ ടു ടാക്സ് ഇൻ എനി അതർ കൺട്രി. വേറൊരു കൺട്രിയിലും ഇയാൾ ടാക്സ് ലാബിലിറ്റി, വേറൊരു കൺട്രിയിൽ ഇയാൾ ടാക്സ് പേ ചെയ്യുന്നില്ല. ഇവിടെ ശരിക്കും ടാക്സ് പേ ചെയ്യുന്നില്ലതിൻ്റെ കൂടെ ശരിയായ ലോയിൽ ഒരു കണ്ടീഷനും കൂടെ അവർ എഴുതി ചേർത്തിട്ടുണ്ട്. ബട്ട് നിങ്ങളുടെ ബുക്കിൽ അതില്ല. അതായത് ഇപ്പം ഒരു SSC മിസ്റ്റർ വൈ ആണെങ്കിൽ ഇയാൾ ഒരു കൺട്രിയിലും ടാക്സ് പേ ചെയ്യുന്നില്ല. നോ കൺട്രി, ഒരു കൺട്രിയിലും ടാക്സ് എന്തുകൊണ്ടാണെന്നറിയോ? ഇയാളുടെ ട്രാവലിംഗ്, ഇയാളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണെന്ന് വെച്ചോ, ട്രാവൽ ചെയ്തുകൊണ്ട് ഇയാൾ വെരി പ്ലാൻഡ് ആണ്. ഓക്കെ, സോ ഇയാൾ ചില കൺട്രിയിൽ കുറച്ച് നിൽക്കും, എന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് പോയി കളയും. സോ അവിടെയുള്ള ടാക്സ് ലാബിലിറ്റിന്ന് അയാൾ ഒഴിവായി കിട്ടും. ബിക്കോസ് ഹീസ് പ്ലാനിങ് എ ട്രിപ്പ്. ഇയാളെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ടാക്സ് ഒരു തരത്തിൽ അയാൾ അവോയ്ഡ് ചെയ്യുവാണ്. അയാളുടെ ഈസ് പ്ലാനിങ് എ ട്രിപ്പ് അക്കോർഡിംഗ്ലി. അപ്പോൾ അയാൾ ഒരു കൺട്രിയിൻ്റെ ടാക്സ് പെർവ്യൂവിലും വരില്ല, ബട്ട് ഈസ് ട്രാവലിംഗ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. അങ്ങനെയുള്ള കേസിലാണ് ഇവിടെ വരിക. നിങ്ങളതൊന്നും ബോദർ ചെയ്യേണ്ട. ദ ഇൻകം ഇസ് നോട്ട് ലേബിൾ ടു ടാക്സ് ഇൻ എനി അതർ കൺട്രീസ് എന്ന് എഴുതിയാൽ മതി. ദർ ആർ മെനി കൺട്രീസ് വേർ ഇൻകം ടാക്സ് ലെവി ചെയ്യുന്ന ഒരുപാട് കൺട്രീസ് ഉണ്ട്. ആ കൺട്രീസിലൊന്നും അയാൾ ടാക്സ് പേ ചെയ്യേണ്ട എങ്കിലും സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണെങ്കിലും ഫോറിൻ ഇൻകം അല്ലാണ്ട് ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിലും ഹീ ഈസ് ഡീംഡ് ടു ബി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. സി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈസ് കൺസിഡേർഡ് ആസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഓൾ കേസസ്. ഓക്കെ, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല, അത്രയേ വേണ്ടുള്ളൂ ഡീംഡ് റെസിഡൻറ്റ്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ ഇതിൻ്റെ ഇല്ലുസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. സോ സി യു. ഓക്കെ, സി യു പറയുന്നതിനേക്കാളും മുന്നേ റിപ്പീറ്റിംഗ്. ബാക്കി ക്ലാസ് എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള നിർവാഹമില്ല. ഞാൻ ബൈ ചാൻസ് പെട്ടുപോയതാണ് ട്യൂഷനിലോട്ട്. ബട്ട് ഇപ്പോൾ എനിക്ക് അവർക്ക് കുറച്ച് കൂടുതലുണ്ട്. ബിക്കോസ് അറിയാമല്ലോ, CMAയുടെ കോഴ്സിലൊക്കെ ഒത്തിരി ഉണ്ട്. സോ എനിക്കതൊന്നും ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. സോ എൻ്റെ ചാർജും ഞാൻ എൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ അപ്രോച്ച് മീ. ഓക്കെ,
സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. കുറച്ചുണ്ട്, നന്നായിട്ട് മനസ്സിരുത്തിയിട്ട് ഇതൊക്കെ പഠിക്കാം.